നമുക്ക് അക്കാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിത പഠിക്കാം. अकाल और उसके बाद हिंदी की प्रसिद्ध कवि नागार्जुन की एक कविता है. इस कविता में कवि अकाल और उसके बाद के स्थिति का वर्णन करते हैं. कवि अकाल के बारे में वर्णन करते हैं और उसके बाद के स्थिति का भी वर्णन करते हैं. ഈ കവിത അകാൽ और उसके बाद എന്ന് പറഞ്ഞാല് അകാൽ അർത്ഥ ക്ഷാമം, उसके बाद അതിനുശേഷം, അകാൽ और उसके बाद ക്ഷാമവും അതിന് ശേഷവും. पाठ का नाम अकाल और उसके बाद. कवि का नाम नागार्जुन. प्रवृत्ति कविता है. कविता पढ़े. कई दिनों तक चूल्हा रोया चक्की रही उदास. कई दिनों तक चूल्हा रोया चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी भीत पर छिपकलियों की गेस्ट. कई दिनों तक लगी भीत पर छिपकलियों की गेस्ट. कई दिनों तक चूहों की भी हालत रही शिकस्त. कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आई घर के अंदर कई दिनों के बाद. दाने आई घर के अंदर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. चमक उठी घर भर की आंखें कई दिनों के बाद. चमक उठी घर भर की आंखें कई दिनों के बाद. कौवे ने खुजलाई पंखें कई दिनों के बाद. कौवे ने खुजलाई पंखें कई दिनों के बाद. कई दिनों तक चूल्हा रोया चक्की रही उदास. कई दिनों तक चूल्हा रोया चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी भीत पर छिपकलियों की गेस्ट. कई दिनों तक लगी भीत पर छिपकलियों की गेस्ट. कई दिनों तक चूहों की भी हालत रही शिकस्त. कई दिनों तक चूहों की भी हालत रही शिकस्त. दाने आई घर के अंदर कई दिनों के बाद. दाने आई घर के अंदर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. धुआं उठा आंगन से ऊपर कई दिनों के बाद. चमक उठी कर भर की आंखें कई दिनों के बाद. चमक
उठी घर भर की आंखें कई दिनों के बाद, कौए ने खुजलाई पंखें कई दिनों के बाद, कौए ने खुजलाई पंखें कई दिनों के बाद. ഓക്കെ, കവിതയിലൂടെ പോകാം. കൈ ദിനോം തക്ക് കൈ ദിനോം തക്ക് ചൂൽഹാ റോയാ, കൈ ദിനോം തക്ക് ചൂൽഹാ റോയാ. കൈ ദിനോം തക്ക് ദിവസങ്ങളോളം, കുറേ ദിവസങ്ങൾ വരെ എന്നർത്ഥം. കൈ അനേകം, ദിനം തക്ക് ദിവസങ്ങൾ വരെ എന്ന് പറഞ്ഞാൽ അനേക ദിവസങ്ങളോളം. ചൂൽഹാ റോയാ, चूल्हा माने क्या है? चूल्हा, यह चूल्हा है. चूल्हा चूल्हा, यह चूल्हा है. चूल्हा अर्थ അടുപ്പ്, चूल्हे का अर्थ है അടുപ്പ്. अकाल अर्थ क्या है? अकाल क्षामम, famine. अकाल क्षामम. उसके बाद अधिनिशेषम. कवि नागार्जुन. कई दिनों तक, तक वरे, ദിനവും ദിവസങ്ങൾ, കൈ ദിനവും തക്ക് അനേക ദിവസങ്ങൾ വരെ, കുറേ ദിവസങ്ങളോളം, ദിവസങ്ങളോളം. ചൂൽഹ, ചൂൽഹ മാനെ അടുപ്പ്. ചൂൽഹ രോയ, കരഞ്ഞു. ആരാ കരഞ്ഞ്? ചൂൽഹ. അടുപ്പ് എന്ത് ചെയ്തു? കരഞ്ഞു. എപ്പോൾ വരെ? കൈ ദിനവും തക്ക്, കുറേ ദിവസങ്ങൾ വരെ. കൈ ദിനം തക്ക് കോൻ രോയ, കോൻ രോയ, ആര് കരഞ്ഞു. കൈ ദിനം തക്ക് കോൻ രോയ, കുറെ ദിവസങ്ങളോളം ആര് കരഞ്ഞു. കൈ ദിനം തക്ക് ചൂൽഹ രോയ, ആരാ കരഞ്ഞ്? ചൂൽഹ. കൈ ദിനം തക്ക് കോൻ രോയ, ചൂൽഹ രോയ. चूल्हे ने क्या किया? चूल्हा रोया. कब तक रोया? कई दिनों तक रोया. അടുപ്പ് കരഞ്ഞു ദിവസങ്ങളോളം, അടുപ്പ് കരഞ്ഞു ദിവസങ്ങളോളം, ആട്ടുകല്ലും കരഞ്ഞു ദിവസങ്ങളോളം. ചക്കി, യഹ് ചക്കി ഹേ, യഹ് കൗൻ ഹേ? ചക്കി ഹേ. ചക്കി, ചക്കി ആട്ടുകല്ല്. ആട്ടുകല്ല് എന്ത് ചെയ്തേ? ഉദാസ്രിഹി, ആട്ടുകല്ലിന് ദുഃഖമായിരുന്നു. ഉദാസ്രിഹി, ആട്ടുകല്ല് ഉദാസീനയായിരുന്നു. അപ്പോൾ അടുപ്പ് എന്ത് ചെയ്തു? കരഞ്ഞു. ആട്ടുകല്ല് ഉദാസ്രഹി, ഉദാസീനയായി. ഉദാസ്രഹി, ദുഃഖിതയായി എന്നർത്ഥം. അപ്പൊ അടുപ്പിനും ആട്ടുകല്ലിനും ഒന്നും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും കരയുകയായിരുന്നു. എപ്പോഴൊരു അനേക ദിവസങ്ങളോളം, കുറേ ദിവസങ്ങളോളം കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെയോ കൈ ദിനം തക്ക്, കുറേ നാളുകൾ വരെ, കുറേ ദിവസങ്ങൾ വരെ. കാനി കുത്തിയ, ദേഖിയെ കാനി കുത്തിയ, കുത്തിയ ഹെ, കുത്തിയ, കുത്തിയ അർത്ഥ പെൺപട്ടി. കാനി കുത്തിയ, കാനി ഒരു കണ്ണേ ഉള്ളൂ, ഒറ്റ കണ്ണുള്ള പെൺപട്ടി എന്നർത്ഥം. കുത്തിയ പെൺപട്ടി, കാനി ഒറ്റക്കണ്ണുള്ള. കാനി കുത്തിയ, ഒറ്റക്കണ്ണുള്ള പെൺപട്ടി എന്ത് ചെയ്തു? കൈ ദിനോന്തക്ക്, ദിവസങ്ങളോളം എന്താ ചെയ്തേ? സോയി. കാനിക്കുത്തി എന്ത് ചെയ്യാണ് നോക്കിക്കേ? സോയി, ഉറങ്ങി. എവിടെ? ഉൻ കെ പാസ്, അവയുടെ അടുത്ത്. വേ പ്ലസ് കെ പാസ്, ഉൻ കെ പാസ്, അവയുടെ അടുത്ത്. ആരുടെ അടുത്ത് ഉറങ്ങിയേ? ചൂൽഹ ഔർ ചക്കി കെ പാസ്. ചൂൽഹ ഔർ ചക്കി കെ പാസ് കോൻ സോയി? കാനി കുത്തിയ സോയി. समझा है ना? चूल्हा अर्थम അടുപ്പ്. കാനിക്കുത്തിയ, കാനിക്കുത്തിയ അർത്ഥം क्या है? കാനിക്കുത്തിയ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി എന്നർത്ഥം. കൈ ദിനം തക്ക്, ദിവസങ്ങളോളം. ലഗി, തുടങ്ങി. ആര് തുടങ്ങി? എന്ത് ചെയ്യാൻ തുടങ്ങി? ഗസ്ത് ലഗി, ഗസ്ത്. ഗസ്ത് അർത്ഥം क्या है? ഗസ്ത്, ഗസ്ത് ഉലാത്തൽ. ഗസ്ത് ലഗി, ഗസ്ത് ലഗി, ഉലാത്തൽ തുടങ്ങി. എവിടെ? ഭീത്ത് പർ. ഭീത്തർത്ത് क्या है? ഭീത്ത്, ഭീത്തർത്ത് ഭിത്തി എന്നാണ്. ഭീത്ത് अर्थ है ഭിത്തി. ഭീത്ത് पर गश्त लगी, भीत पर गश्त लगी. कौन? छिपकलियां. कौन गश्त लगी? छिपकलियां. छिपकली है, देखिए छिपकली, छिपकली
एक कौन है? छिपकली है। छिपकली कहाँ है? भीत पर है, भीत पर। यह कहाँ है? भीत, भित्तियाണ്, भीत पर है। छिपकली कहाँ है? भीत पर है। छिपकली भीत पर क्या करने लगी? ഗസ്ത് करने लगी, ഗസ്ത് ലഗി, ഉലാത്താൻ തുടങ്ങി. എന്തിനു വേണ്ടിയാ? ഖാനയ്ക്ക് പ്രതീക്ഷമേ, അല്ലേ? എന്തെങ്കിലും ഇരകൾ തിന്നാൻ കിട്ടുമോ എന്ന് നോക്കിയാണ് പല്ലികള് ഭിത്തികളിലൂടെ ഇങ്ങനെ നടക്കുന്നത്, അല്ലേ? ഭിത്തികളില് മാറാലകളിലൊക്കെ കുരുങ്ങിക്കിടക്കുന്ന, അകപ്പെട്ട് കിടക്കുന്ന പ്രാണികളെയാണ് പല്ലികൾ ഭക്ഷിക്കുന്നത്, അല്ലേ? ലൈറ്റിന്റെ ഒക്കെ താഴെയുള്ള വിരുത്താമ്പല, മാറാല എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ വല കെട്ടിക്കിടക്കുന്നത്? അവിടെ കുരുങ്ങിക്കിടക്കുന്ന പ്രാണികളെയാണ് ഈ പല്ലികൾ ഭക്ഷിക്കുക. അതിനു വേണ്ടിയാണ് പല്ലികളെ ഭിത്തിയിലൂടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് നടക്കാറ്. അപ്പൊ പല്ലികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിപ്കലിയാം, ചിപ്കലി പല്ലി, ചിപ്കലിയാം പല്ലികള്, ചിപ്കലിയാം പ്ലസ് കി ചിപ്കലിയോം കി. ചിപ്കലിയോം കി ഗസ്ത്, പല്ലികളുടെ ഉലാത്തൽ, ഭീത്ത് പർ ലഗി, ഭിത്തികളിലൂടെ തുടങ്ങി. അതായത് പല്ലികൾ ഭിത്തികളിലൂടെ ഉലാത്താൻ തുടങ്ങി. കൈ ദിനം തക്ക്, പിന്നെ ആരാണ്? കൈ ദിനം തക്ക്, ദിവസങ്ങളോളം. ചൂഹോം കി ഭി, ചൂഹ എലി, ചൂഹോം കി ഭി, എലികളുടെയും ഹാലത്ത് അവസ്ഥ, ശിക്കസ്ത് രഹി, ശിക്കസ്ത് രഹി, ശിക്കസ്ത് अर्थ क्या है? शिकस्त पराजय, शिकस्त पराजयम. देखिए शिकस्त अर्थ पराजय. अപ്പൊ कौन शिकस्त रही? चूहों ने शिकस्त रही. चूहों की हालत कैसी थी? हालत अवस्था. चूहों की हालत कैसी थी? शिकस्त रही थी. शिकस्त പരാജയം, എലികളുടെ അവസ്ഥയും പരാജയമായിരുന്നു. കൈ ദിനം തക്ക് ചൂഹോं की हालत भी, कई दिनों तक चूहों की हालत भी शिकस्त रही. समझा है ना? कई दिनों तक चूहों की हालत भी शिकस्त रही. देखिए कई दिनों तक चूल्हा रोया, चक्की उदास रही, कानी कुतिया उनके पास सोई, और छिपकलियों की गश्त, छिपकलियों ने क्या किया? छिपकलियों की गश्त भीत पर लगी, അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഭീത്ത് पर छिपकलियों की गश्त लगी, और चूहों की भी, അല്ലെങ്കിൽ चूहों की हालत भी शिकस्त रही. चूहों की हालत भी शिकस्त रही. समझा है ना? ദിവസങ്ങളോളം അടുപ്പ് കരഞ്ഞു, ആട്ടുകല്ല് ഉദാസീനയായി, ഒറ്റക്കണ്ണുള്ള പെൺപട്ടി ആട്ടുകല്ലിന്റെ, ഒറ്റക്കണ്ണുള്ള പെൺപട്ടി എന്ത് ചെയ്തു? അടുപ്പിന്റെയും ആട്ടുകല്ലിന്റെയും സമീപത്ത് ഉറങ്ങി. പല്ലി എന്ത് ചെയ്തു? പല്ലികള് ഭിത്തിയിലൂടെ ഗസ്ത് करने लगी, और चूहों की भी അവസ്ഥ ദയനീയ थी, പരാജയ होती थी. समझा है ना? അപ്പൊ ഇവിടെ ഏതെല്ലാം ജീവികളെ സൂചിപ്പിച്ചിട്ടുണ്ട്? ഈ ക്ഷാമകാലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ചിപ്കലി, ജീവികൾ, ജീവനുള്ളവ ഏതൊക്കെയാണ്? ചിപ്കലി, और കാനി കുത്തിയ, ചൂഹ, അല്ലേ? പക്ഷെ ഇവിടെ ഈ അടുപ്പിനെയും ആട്ടുകല്ലിനെയും കവി മാനക് രൂപ में ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവനുള്ളവയെ പോലെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങളായിട്ട് തന്നെ ഈ അടുപ്പും ആട്ടുകല്ലും ഇതില് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എത്ര കഥാപാത്രങ്ങളുണ്ട്? പല്ലിയുണ്ട്, അടുപ്പുണ്ട്, കുത്തിയ ഒറ്റക്കണ്ണുള്ള പെൺപെട്ടിയുണ്ട്, ചക്കിയുണ്ട്, പിന്നെ ആരാണ്? എലികളുണ്ട്. മനസ്സിലായോ? ഇനി വേറെ ഈ കവിതയിൽ മൊത്തം എത്ര ജീവികളുണ്ട് എന്ന് ചോദിച്ചാൽ വേറെയും ജീവികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ കവിതയുടെ ആശയം, ഇവിടെ ആശയം എഴുതാൻ വളരെ എളുപ്പമല്ലേ? കൈ ദിനം തക്ക് ചൂൽഹ രോയ और चक्की उदास रही थी. कई दिनों तक कानी कुतिया उनके पास सोई थी. किनके पास? चूल्हे और चक्की के पास. कई दिनों तक छिपकलियों की गश्त भीत पर लगी थी, और कई दिनों तक चूहों की हालत भी शिकस्त रही थी. ഒരു പ്രാവശ്യം കൈ ദിനം തക്ക് പറഞ്ഞാലും മതി. കൈ ദിനം തക്ക് ചൂൽഹ രോയ, ചക്കി ഉദാസ് രഹി, കാനി കുത്തിയ ചൂൽഹ और चक्की के पास सोई, और छिपकलियों भीत पर गश्त करने लगी, और चूहों की हालत शिकस्त रही थी.
ഇത്രയുമാണ് ഇതിന്റെ അർത്ഥമുള്ളൂ. ഇനി ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്, കൈ ദിനോं तक चूल्हा रोया, इसका कारण क्या है അല്ലെങ്കിൽ इसका मतलब क्या है? കുറെ ദിവസങ്ങളോളം അടുപ്പ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത് ഘർമേ ഗരീബി ഹെ അല്ലേ? ഈ चूल्हे में पकाने के लिए कुछ भी नहीं मिला है, कुछ भी वस्तु कुछ भी अनाज चूल्हे में पकाने के लिए नहीं मिला है, घर वालों को पकाने के लिए कुछ भी न मिला है, വീട്ടിലുള്ളവർക്ക് ഈ അടുപ്പിൽ പാകപ്പെടുത്താൻ വേണ്ടി ഒന്നും ലഭിച്ചില്ല, അതാണ് അർത്ഥം. എന്ന് പറഞ്ഞാല് കർമ്മേ കർക്കി ഗരീബി യഹാം ചിത്രിത് കർത്തെ ഹെ, വീട്ടിലെ ദാരിദ്ര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നത്. ഉദാസ് ചക്കി ഉദാസ് രഹി എന്ന് പറഞ്ഞാലോ, ആട്ടുകല്ല് ഉദാസീനിയാകാൻ കാരണം എന്താണ്? ഇസ്കാ മത്ലബ് ക്യാ ഹെ? ചക്കി മേ ഭി പീസ്നെ കെ ലിയെ കൊയ് അനാജ് നഹി മിലാ ഹെ, ഇതിൽ അരയ്ക്കുന്നതിന് ഒരു ധാന്യമണി പോലും ലഭിച്ചിട്ടില്ല, അതാണ് ചക്കിക്കും ഉദാസീനത. ഇനി കാനി കുത്തിയ ക്യോ ഉൻകെ പാസ് സോയി ഹെ, കാനി കുത്തിയ എന്തുകൊണ്ടാണ് ഇവയുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങുന്നത്? കിസി ഭി ദിൻ അല്ലെങ്കിൽ കിസി ന കിസി ദിൻ, എപ്പോഴെങ്കിലും ഇല്ലെങ്കിൽ കബി ബി എപ്പോഴെങ്കിലും കുച്ചു കാനയ്ക്ക് പ്രതീക്ഷ രക്തി ഹെ കുത്തിയ, എപ്പോഴെങ്കിലും എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആട്ടുകല്ലിന്റെയും അടുപ്പിന്റെയും അടുത്തിരുന്നാല് ഇവയിൽ എന്തെങ്കിലും അരയ്ക്കും, എന്നിട്ട് അത് അടുപ്പിൽ പാകം ചെയ്യുമെന്ന് കുത്തിയ പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ചിപുക്കരിയോങ്കി ഗസ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പീത്ത് പർ ചിപുക്കരിയോങ്കി ഗസ്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? കർമ്മേ चूल्हा नहीं जलाया है और चक्की में कोई किसी भी वस्तु न क्या क्या है पीस किया है, इसलिए घर में गरीबी है, क्योंकि घर में गरीबी है, വീട്ടിൽ ദാരിദ്ര്യമാണ് അല്ലേ? അടുപ്പ് കത്തുന്നില്ല, ആട്ടുകല്ലിലൊന്നും അരയ്ക്കുന്നില്ല, അതുകൊണ്ട് ഇവർക്കെല്ലാം ദുഃഖമാണ്. പട്ടിയും വിശന്നു വലഞ്ഞ് ഇവയുടെ സമീപം തന്നെ കിടന്നുറങ്ങുകയാണ്. എപ്പോഴെങ്കിലും ഇവയിൽ എന്തെങ്കിലും അരയ്ക്കുകയോ പാകം ചെയ്യുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷയിൽ പട്ടി ഇവിടെ കിടന്നുറങ്ങുകയാണ്. പല്ലി ഭിത്തിയിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഏതെങ്കിലും പ്രാണികൾ വന്ന് വീഴുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ അടുപ്പ് പുകയാത്ത വീട്ടില് വിളക്കിലൊഴിക്കാൻ എണ്ണ പോലും ഇല്ല എന്നർത്ഥം. ദീപ് ജലാനേക്ക് തേൽ ബി നഹി ഹെ കർമ്മേ, അടുപ്പ് കത്തിക്കാനുള്ള എണ്ണ പോലും വീട്ടിലില്ല, അതുകൊണ്ട് എന്തില്ല, ഭിത്തിയിലൊന്നും മാറാലേ ഇല്ല, പല്ലിക്ക് തിന്നാനൊന്നും കിട്ടുന്നില്ല. എലികളുടെയും അവസ്ഥ, വീട്ടില് യാതൊരു വസ്തുവും ഉണ്ടാക്കാത്തത് കാരണം കഴിക്കാനുള്ള ഒരു മണി അരി പോലും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എലിക്കും ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഇവിടെ ചിപുക്കലിയോങ്കി ഗസ്റ്റ് ബീത് पर लगी, चूल्हा रोया, कानी कुतिया उनके पास सोई और चक्की उदास रही, चूहों की भी हालत बहुत शिकस्त थी. समझा है ना? यह किस काल के बारे में वर्णन करते हैं यहाँ कवि? ഇവിടെ കവി ഏത് കാലത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്? अकाल के बारे में वर्णन करते हैं. पहली 4 पंक्तियों में कवि पहली 4 पंक्तियों में ആദ്യത്തെ 4 വരികളിലെ കവി अकाल के बारे में वर्णन करते हैं और दूसरी 4 पंक्तियों में कवि अकाल के बाद का वर्णन करते हैं. यहाँ देखिए कई दिनों तक ഇങ്ങനെ കൈ ദിനം തക്ക എന്ന് ആവർത്തിച്ചു വന്നിരിക്കുന്നു അല്ലേ? അപ്പൊ ഇവിടെ കുറെ ദിവസങ്ങളോളം ഇവയെല്ലാം ഇങ്ങനെ പട്ടിണി കിടന്നിരുന്നു എന്ന് കാണിക്കാനാണ് ഈ കൈ ദിനോന്തൊക്കെ ആവർത്തിച്ചു വന്നിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ വരി ക്ഷാമകാലത്തിലാണ് കൈ ദിനോന്തൊക്കെന്ന് ആവർത്തിച്ചു വന്നിരിക്കുന്നത്. ക്ഷാമകാലത്തിന് ശേഷം കവി പറഞ്ഞിരിക്കുന്നത് കൈ ദിനോങ്കെ ബാദ് കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാല് ക്ഷാമകാലം കഴിഞ്ഞതിന് കുറെ നാളുകൾ ക്ഷാമമായിരുന്നു. ആ ക്ഷാമത്തിന് ശേഷം, അതായത് ക്ഷാമകാലത്തിന് ശേഷം എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. ധാന്യം ആയേ വന്നു, ധാന്യം വന്നു. എവിടെ? ഖർക്കെ അന്തർ, ഖർക്കെ വീടിന്റെ അന്തർ ഉള്ളിൽ, ഖർക്കെ അന്തർ ധാന്യായെ. എപ്പോൾ? കൈ ദിനം കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം എന്നർത്ഥം. കൈ ദിനം കെ ബാദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം, ഖർക്കെ അന്തർ വീടിനുള്ളിൽ, ധാന്യം വന്നു. അപ്പൊ വീട്ടിനുള്ളിൽ ധാന്യം വന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? തുവാം ഉഠാ, यह तुवाम है, यह क्या है? यह तुवाम है. तुवाम क्या करता है? उठा है. तुवाम उठा है,
പുകകൾ പൊങ്ങിയിരിക്കുകയാണ്. കണ്ടോ? ധുവാം ഉടാ ഹേ. കഹാം ആങ്കൻ സേ ഊപ്പർ. ധുവാം എവിടെ ഉയർന്നിരിക്കുന്നത്? ആങ്കൻ സേ ഊപ്പർ. കണ്ടോ? ആങ്കൻ സേ ഊപ്പർ. യഹ ആങ്കൻ ഹെ, മുറ്റമാണ് അല്ലെ? ഇവിടെ മുറ്റമാണ്. യഹ ആങ്കൻ സേ ഊപ്പർ, മുകളിലേക്ക്, മുറ്റത്തിന് മുകളിലേക്ക്, അതായത് വീടിന് മുകളിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങി. മുറ്റത്തിന് മുകളിലേക്ക് ധുവാം ഉട, പുക പൊങ്ങി. അപ്പൊ ധുവാം ഉട ആങ്കൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഘർ കെ അന്തർ ധാന്യായേ, വീടിനുള്ളിൽ ധാന്യം വന്നു, അതുകൊണ്ടാണ് അടുപ്പ് കത്തിയത് അല്ലെ? ചൂൽഹ ജലായ ഹെ, അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ധുവാം ഉടാഹെ, പുക പൊങ്ങിയിരിക്കുന്നു. എങ്ങോട്ട്? ആങ്കൻ സെ ഊപ്പർ, മുറ്റത്തിന് മുകളില്. ഇനി എന്താ സംഭവിച്ചേ? ചമക് ഉഠി, മിന്നിത്തിളങ്ങിയ. എന്ത്? കർ ഭർ കി ആങ്കേം, കർ ഭർ, വീട്ടിൽ ഉള്ളവരുടെ മുഴുവൻ, ആങ്കേം കണ്ണുകൾ, കൈ ദിനോം കെ ബദ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം, നാളുകൾക്ക് ശേഷമാണ് കർ ഭർ കി ആങ്കേം, കർ ഭർ കി ആങ്കേം, വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകളും ചമക് ഉടി, മിന്നിത്തിളങ്ങിയത്, തെളിഞ്ഞത് എന്നർത്ഥം. അതിന്റെ കാരണം എന്താണ്? ഖർക്കേന്തർ ദാനിയായി, ദാനിയായെ കർക്കേന്തർ അല്ലെ? അതുകൊണ്ടാണ് വീട്ടിലുള്ളവരുടെ കണ്ണുകൾ മുഴുവൻ തിളങ്ങിയത്. അപ്പോൾ ഒരാളുടെ കൂടി സന്തോഷം നമുക്ക് കാണാൻ പറ്റും. ആരുടേതാണ്? കൗവേനെ. कौवा है, कौन है? कौवा है. कौवे ने क्या किया? पांखें खुजलाई. खुजलाना अर्थ क्या है? खुजलाना, खुजलाना ചൊറിയുക. കോൻ ഖുജലായ, ആരാ ചൊറിഞ്ഞേ? കൗവേനെ, കാക്ക. കാക്ക എന്ത് ചെയ്തു? ഖുജലായ, ചൊറിഞ്ഞു. എന്താ ചൊറിഞ്ഞേ? പാങ്കേം, പാങ്ക് ചിറക്, പാങ്കേം ചിറകുകൾ. കൗവേനെ ക്യാ കിയ? പാങ്കേം കുജലായ, കൗവേനെ പാങ്കേം കുജലായി. ആരാ പാങ്കേം കുജലായത്? പാങ്കേം ചിറകുകൾ, കുജലായി ചൊറിഞ്ഞു. ആര്? കൗവേനെ, കാക്കകള്. പുക എന്ത് ചെയ്തു? ധുവാം ഉട, പുക പൊങ്ങി. എങ്ങോട്ട്? ആങ്കൻ സെ ഊപ്പർ, മുറ്റത്തിന് മുകളിലേക്ക്. വേറെ എന്താ സംഭവിച്ചേ? കർഭർക്കി ആങ്കേം ചമക്കൂടി, വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകളും വെട്ടിത്തിളങ്ങി എന്ന്, മിന്നിത്തിളങ്ങി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എത്ര ജീവികളുണ്ട്? ചിപ്കലി, ചൂൽഹ, കാനിക്കുത്തിയ, ചക്കി, കൗവ, ചൂഹ, പിന്നെ കർഭർക്കെ ലോഗ്, വീട്ടിലുള്ള ആളുകൾ. ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ധാന്യം വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ആങ്കൻ സെ ഊപ്പർ ധുവാം ഉട, പിന്നെ കൗവേനെ പങ്കേം കുജലായി, വേറെ എന്താ സംഭവിച്ച? കർഭർക്കി ആങ്കേം ചമക്കൂടി. മനസ്സിലായോ? ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം വരുന്നത്. ഇവിടെ എങ്ങനെയാ ആശയം എഴുതുക? കൈ ദിനോങ്കെ ബാദ് കർക്കെ അന്തർ ധാന്യ ആയേ, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീടിന്റെ ഉള്ളിൽ ധാന്യം വന്നു. വീടിന്റെ ഉള്ളിൽ ധാന്യം വന്നു. ഇനി വീടിന്റെ ഉള്ളിൽ ധാന്യം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആങ്കൻ സെ ഊപ്പർ കൈ ദിനോങ്കെ ബാദ് ധുവാമുട, മുറ്റത്തിന് മുകളിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുകകൾ പൊങ്ങി. പിന്നെ എന്താ സംഭവിച്ചേ? കർഭർക്കി ആങ്കേം, കൈ ദിനോക്കെ ബാദ് കർഭർക്കി ആങ്കേം ചമക്കൂടി, കുറെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലുള്ളവരുടെ മുഴുവൻ കണ്ണുകളും ചമക്കൂടി, തിളങ്ങി. പിന്നെ എന്താ സംഭവിച്ചേ? കൈ ദിനോക്കെ ബാദ് കൗവേനെ, കാക്കകള് പാങ്കേം കുജലായി, ചിറകുകൾ എന്ത് ചെയ്തു? ചൊറിഞ്ഞു എന്നർത്ഥം. അതായത് ചിറകുകൾ കൊക്കുകൊണ്ടുരുമ്മി നേരെയാക്കി അല്ലേ? ഇതാണ് ഈ പാഠത്തിലെ അർത്ഥം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് കവിതയുടെ ആശയം ഇപ്പോൾ എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ചോദിക്കാവുന്ന ചോദ്യം, കോൻ രോയ? ചൂൽഹ രോയ. കോൻ ഉദാസ് രഹി? ചക്കി ഉദാസ് രഹി. കാനി കുത്തിയ കഹാം സോയി? ചൂൽഹ ഔർ ചക്കി കെ പാസ് സോയി. ക്യോ വഹാം സോയി? എന്തുകൊണ്ടാണ് അവിടെ ഉറങ്ങിയത്? കുച്ച് ഭി കാനേക്ക് ലിയെ കുച്ച് മിൽനേക്ക് പ്രതീക്ഷ, ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് അവിടെ ഉറങ്ങിയത്. കിൻ കെ പാസ് സോയി? എവിടെ, ആരുടെ അടുത്ത്, എവിടെയാണ് ഉറങ്ങിയത്? എന്തിന്റെ സമീപമാണ് ഉറങ്ങിയത്? ചൂൽഹയുടെയും ചക്കിയുടെയും സമീപമാണ് ഉറങ്ങിയത്. ചിപ്കലിയാം ക്യാ കർണേ ലഗി? ചിപ്കലിയാം എന്ത് ചെയ്യാൻ തുടങ്ങി? ചിപ്കലിയാം ഭീത് പർ ഗസ്ത് കർണേ ലഗി. ചൂഹോങ്കി ഹാലത്ത് കൈസി തി? ചൂഹോങ്കി ഹാലത്ത് ശികസ്ത് രഹി തി. करके अंदर कई दिनों के बाद क्या आए? दाने आए. धुआं कहां से उड़ा? आंगन से ऊपर उड़ा.
आंगन से ऊपर क्या उड़ा? धुआं उड़ा। किन की आंखें चमक उड़ी? कर भर की आंखें चमक उड़ी। കോൻ പങ്കേം കുജലായി? കവ്യേനെ പങ്കേം കുജലായി. ഇത്രയും വൺ വേർഡ് ആൻസർ ചോദിക്കാവുന്ന ഒരു പാഠമാണിത്. അതുപോലെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന വേറെയുള്ള ചോദ്യങ്ങളാണ് ചൂൽഹ റോയസ് കാ മത്ലബ് ക്യാ ഹെ, അല്ലെങ്കിൽ ചക്കി ഉദാസ് രഹീസ് കാ മത്ലബ് ക്യാ ഹെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇസസെ തുമ്നെ ക്യാ സമച്ച, നിങ്ങൾ എന്താണ് ഇതെന്ന് മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ കർബർ കി ആംഖേം ചമക് ഉടി ക്യോം എന്ന് ചോദിച്ചാൽ കർക്കെ അന്തർ ദാനയായി ഇസ്ലിയെ കർബർ കി ആംഖേം ചമക് ഉടി, ഇങ്ങനെ എഴുതിക്കൊണ്ട് ഇവിടെ ഏത് ചോദ്യം ചോദിച്ചാലും കർക്കെ അന്തർ ദാനയായ ഇസ്ലിയെ എന്ന് പറഞ്ഞിട്ട് ഏത് ചോദ്യം ചോദിച്ചാലും അതങ്ങോട്ട് എഴുതിയാൽ മതി. ഇവിടുത്തെ ഉത്തരം കിട്ടും. ഇവിടുത്തെ ഉത്തരം കൈ ദിനന്തക്ക് കർമ്മെ കുച്ച് നഹീത്ത ഇസ്ലിയെ ചൂൽഹാരോയ ഇസ്ലിയെ ചക്കി ഉദാസ് രഹി, അല്ലെങ്കിൽ കർക്കെ ബീമാരി करके गरीबी यहाँ व्यक्त होते हैं. करके ബീമാരി നഹി ഗരീബി, ഗരീബി അഹം വ്യക്ത ഹോത്തെ ഹെ. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് ഇവിടെ എഴുതാനുള്ളത്. ഇനി ആസ്വാദന ടിപ്പണി എഴുതാൻ പറഞ്ഞാൽ ഈ 8 വരികളും ചേർത്ത് ഈ 4 വരി വീതമാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. 4 വരിയുടെ അർത്ഥം വളരെ ഈസിയാണ്, എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ആസ്വാദന ടിപ്പണി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ആവശ്യപ്പെട്ടാൽ ആസ്വാദന ടിപ്പണി ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.